തലയില്ലാണ്ട് ഞാൻ എന്നെ പറയണം. ഇത് തല എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? തല എവിടെയാണോ? ഒന്ന് ജഡ്ജ് ചെയ്തിട്ട് മൈക്ക് വെച്ച് കൊടുത്തേ. അയ്യോ അത് തലയല്ലായിരുന്നു. ഒരു മിനിറ്റ്. ഹലോ ഹലോ, ആരെങ്കിലും ഉണ്ടോ? സ്കാൻ ചെയ്യുന്നു. ഹലോ, ഇതിന് തലയുണ്ടോന്ന് എനിക്ക് സംശയം കേട്ടോ. ഇത് റോബോട്ട്സ് വല്ലതും ആണോ? ഇത് ഊരാൻ പറ്റുമോ? ഒരു ജസ്റ്റ് ഗസ് ചെയ്യാൻ. ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? ഡേഞ്ചറസ് ബോയ്സ്, മറ്റേ ബ്രേക്ക് ഡാൻസ്. മക്കളെ മിണ്ടരുത്. ഹലോ, മിണ്ടില്ല മിണ്ടില്ല. നോക്കട്ടെ. പെൺകുട്ടികളാണോ? ഊരാൻ പറ്റുമോ? നീ എന്താ പറയുന്നത്? ഞാൻ പെൺകുട്ടികളാണെന്ന് വിചാരിക്കും. മലേച്ചി, ഞാൻ ആൺകുട്ടികളാണെന്ന്. എനിക്കും അങ്ങനെ തോന്നുന്നു. മക്കളെ അത് ഊരിക്കോ? ഊരാൻ പറ്റുമോ? ഒന്ന് ഊരിക്കേ, 3 പേര് ഊരിക്കേ നോക്കട്ടെ. പതുക്കെ. കുഞ്ഞുങ്ങളായിരുന്നു ഇതിന്റെ ഉള്ളില്. നിങ്ങൾ വേറെ തൊലിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. നല്ല ചൂടുണ്ടല്ലേ. ഇന്റർനാഷണൽ വിമൻസ് ഡേക്ക് അഭിമാനം തോന്നിയ ഒരു പെർഫോമൻസ് ആണ് ഇപ്പൊ ഈ കണ്ടത്. പെണ്ണുങ്ങളെ കുറിച്ച് എന്റെ ദൈവമേ, ഇതാണ് ഇപ്പൊ നമ്മൾ ഓരോരുത്തർ പറയും കോരിച്ചരിപ്പിക്കുന്ന, കിടിലം കൊള്ളിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന, തരികിട, തീപ്പൊരി, ഒരുപാട് വാക്കുകളുണ്ട് ഇപ്പോ. പക്ഷെ ഇത് സാധാരണ പരിപാടി കണ്ടു കഴിയുമ്പോൾ ഈ പറയുന്നതൊന്നും അധികം തോന്നാറില്ല. പക്ഷെ ഇതിപ്പോ ഇതെല്ലാം കൂടെ ചേർന്ന് തോന്നിപ്പിച്ച ഒരു പെർഫോമൻസ് ആയിപ്പോയി. സൂപ്പർ. മക്കളുടെ പേരെന്ന് പറഞ്ഞേ? പാർവതി. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 6th ക്ലാസ്. ഏത് സ്ഥലം എവിടെയാ? സ്കോർപ്പിയൻസ്, കൊല്ലം കൊയിലാണ്ടി. അവിടെ കൊല്ലം ഷാഫി ഇടക്കുന്നത് ആ കൊല്ലമാണോ? അതാണ്. ഓക്കെ. നിങ്ങൾ 3 പേരും അവിടെ നിന്നാണോ? അപ്പൊ ഇനി ബാക്കി പേര് പറഞ്ഞോ. ബാക്കി പേര് പറഞ്ഞോ. പേര് പറഞ്ഞോ. ജൈത്ര. ജൈത്ര. സൂപ്പർ നെയിം. വൈഗ ഗിരീഷ്. വൈഗ കൊള്ളാം. 3 പേരും ഗംഭീരായിട്ടാണ് പെർഫോം ചെയ്തത്. അയ്യോ, ഇത് ബാലികാ രത്നങ്ങളല്ലേ വനിതാ ദിനത്തിന് കിട്ടിയത്. കിടിലോസ്കികൾ. വെറും കിടിലല്ല, കിടിലം. ഗംഭീരായിരുന്നു കേട്ടോ മക്കളെ. പ്രത്യേകിച്ച് അത്ഭുതപ്പെടുന്ന എവിടെയാണെന്നറിയോ? നിങ്ങൾക്ക് കണ്ണ് കാണത്തില്ല, അടച്ചിരിക്കുക, അകത്താണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ ആ വരി, അതായത് അത് ബാലൻസ് ചെയ്തിട്ടാ കൊറിയോഗ്രാഫറെ നമ്മൾ നമിച്ച് അസാധ്യമായിട്ട് ചെയ്തു. ആരാ പേരുണ്ടായിരുന്നു? ബിബീഷ് സാർ. ഒന്ന് ജോയിൻ ചെയ്യാവോ നമ്മളോടൊപ്പം? ഈ സാറിനെ എനിക്കറിയാം. അതെ, ഈ സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ചെയ്യുന്ന സാറാണ്. സാറ് ചെറിയ കുട്ടികളെന്നല്ല, ഇതിനു മുമ്പും സാർ ഇവിടെ വന്നിട്ടുണ്ട്. അസാധ്യ പെർഫോമൻസും ഇവരുടെ ടീം. ഭയങ്കര ഐഡിയ ആയിപ്പോയി കേട്ടോ. കാരണം ഈ തലയുടെ ഭാഗം ഒട്ടും കാണാതെ ഈ കുട്ടികൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞാല് അത് ഒരു വല്ലാത്ത ട്രെയിനിങ് തന്നെയാണ്, പറയാതിരിക്കാൻ. വിഷേ ഗംഭീരം കേട്ടോ. അത് എടുത്തു പറയേണ്ടത് ആ മലയാളം പാട്ട്, നമ്മുടെ ആ പാട്ടും മൈക്കൽ ജാക്സൺ അദ്ദേഹത്തിൻ്റെ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങളത് രണ്ടും കൂടെ വെച്ചിട്ട് ഈ ഒരു കോൺസെപ്റ്റ് എടുത്ത് ചെയ്തത് ഗംഭീരമായി. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ പുതുമയുള്ളൊരു സംഭവമായിരിക്കും. പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികൾ 6ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിൽ താഴെയുള്ള ഈ കൊച്ചു പെൺകുട്ടികളെ ഇത്രയും പവർഫുള്ളായിട്ട് ഇതുപോലെ എന്താ പറയുന്ന ഈ ഒരു ഇതിനകത്ത് കയറി നിന്നിട്ട് ചെയ്തതെന്നുള്ളത് ലോകം ഞെട്ടും, യാതൊരു കാര്യം സംശയമില്ല. 3 പേർക്കും അഭിനന്ദനങ്ങൾ, പ്രത്യേകം മാഷിന്. താങ്ക് യു സോ മച്ച്. മോനെ, എനിക്ക് ആകെ ഇതിനകത്ത് കുറച്ച് ഫാനെങ്കിലും വെച്ച് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു കുഞ്ഞു ഫാനെങ്കിലും ഇത് 3 എണ്ണം വെട്ടി വേർത്ത്. മാഷ അടുത്ത പ്രാവശ്യം ഇത് സെറ്റ് ചെയ്യുമ്പോഴേ ചെറിയ ബാറ്ററി ഫാൻ അല്ലേ, അതെങ്കിലും വെച്ചോളൂ. ഇന്നത്തെ ഈ ഒരു ദിവസം ഇന്റർനാഷണൽ വിമൻസ് ഡേ നമ്മൾ പറയുന്നുണ്ടെങ്കിലും there used to be a time ഈ ഡാൻസ് ഫോംസ്, ക്ലാസിക്കൽ ഡാൻസ് ഗേൾസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രേക്ക് ഡാൻസ് ബോയ്സ് ചെയ്യുക, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ചേച്ചി പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആ ഒരു സംഭവം ഇല്ല. ഇപ്പം ആർക്കും എന്തും ചെയ്യാമെന്നുള്ളൊരു സംഭവം എത്തി. നമ്മളും പ്രഡിക്ഷനിൽ തെറ്റിതാണ്. ഇതാണ് വിമൻസ് ഡേ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വിമൻസ് ഡേക്ക് കണ്ടോളാ അത് കാണിച്ചു കൊടുക്കണം. ഔട്ട് ഓഫ് ദ ബോക്സ് അല്ല, നമുക്കും ഇത് പറ്റും എന്നുള്ള പറഞ്ഞത്. ഇത് നമ്മളെ മാത്രം ഉദ്ദേശിച്ചാടാ. ചേച്ചി ഉദ്ദേശിച്ചത് അയ്യോ, നാദിർഷയെ പോലെ നല്ല സംവിധായകൻ ഇത് എവിടെയും കാണിക്കാവുന്ന, സ്റ്റേജ് ഷോയ്ക്കോ സിനിമയിലോ എവിടെ വേണേ കാണിക്കാം.